ചേച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ 83ാമത്തെ എപ്പിസോഡ് റിവ്യൂ പറയാനായിട്ടാണ്. ഈ എപ്പിസോഡിൽ ലാലേട്ടന്റെ എൻട്രി വളരെ മനോഹരമായിരുന്നു. ചുവന്ന ജുബയും വൈറ്റ് പാന്റും ധരിച്ചാണ് ഇന്ന് ലാലേട്ടൻ വന്നത്. അതുപോലെ വീട്ടിലുള്ള എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അവര് സുന്ദരികളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചു. 3 ക്യാപ്റ്റൻസി ഒരേ സമയത്ത്, ദീപാവലി ആഘോഷം, എവിക്ഷൻ പ്രക്രിയ, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക്, അരിൻ ജയിച്ചതിനെ പറ്റി, ക്യാപ്റ്റൻസി ഫെയിലിയറിനെ പറ്റി, വെള്ളംകുടയിൽ വെള്ളമൊഴിക്കലിനെ പറ്റി എന്ന് പറഞ്ഞാൽ അനുവും നെവിൻ തമ്മിലുള്ള സംഭവം, അനു തറക്കിടന്ന് ഉറങ്ങിയത്, അതുപോലെ ആൾക്കാർ വെസൽ കഴുകാതിരുന്നത്, പിന്നെ ഷാനവാസ് നെവിൻ തമ്മിലുള്ള പ്രോബ്ലം, ഷാനവാസൻ സുഖമില്ലാതായതിന്റെ കാരണങ്ങൾ, അതുപോലെ ആശുപത്രി കൊണ്ടേ കാര്യങ്ങൾ, ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 5, 6, അതുപോലെ ആ ടാസ്കിൽ അനിമോൾ ജയിച്ചു. ഇതൊക്കെയാണ് ആ ഒരു ഈ സമയത്ത് പറഞ്ഞത്. ലാലേട്ടൻ നെവിനെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പം നെവിൻ്റെ പതിവ് പോലെ അതിൻ്റെ ആൻസർ, പക്ഷെ നെവിൻ ഇന്ന് വളരെ ആൻസറൊക്കെ ഭയങ്കര വീക്കായിട്ടാണ് പറഞ്ഞത്. നെവിൻ എനിക്ക് തോന്നുന്നു ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അത് വലുതായിട്ടൊന്നും ആൻസർ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞതിനൊക്കെ പുള്ളിക്കാരങ്ങ് സമ്മതിച്ചു. പ്രേക്ഷകർ എന്ത് തീരുമാനിച്ചാലും ബിഗ് ബോസ് തീരുമാനിച്ചത് എൻ്റെ സ്പേസ് ആണ്, ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ച കാര്യമൊക്കെ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിച്ചു. കാരണം അത് ക്ലാരിഫൈ ചെയ്യണമല്ലോ. അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴത്തേന് ആരും ഒന്ന് റിയാക്ട് ചെയ്ത്. അപ്പം പുള്ളിക്കാരി പറയുന്നത് ആരും ഒന്നിനും റിയാക്ട് ചെയ്തില്ല. എല്ലാവരും റിയാക്ട് ചെയ്യുന്നുണ്ട് അവിടെ. എല്ലാവരും അവരവരുടെ അറിവനുസരിച്ച് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നൊരു ടിക്കറ്റ് ഫിനാലെ വീക്കാണ്. അപ്പം എല്ലാവരും വളരെ ബുദ്ധിയോടുകൂടി കളിക്കേണ്ട ഒരു വീക്കാണ്. ഈ വഴക്കും ഒക്കെ മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട്. ഈ വീക്കിലെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ആ 3 പേരും അവർക്ക് നല്ലതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അവരെല്ലാവരും പറയുന്നത്. ലാലേട്ടൻ വാണിംഗ് കൊടുക്കുന്ന മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കും എന്ന് നെവിനോട് പറയുന്നു. അനീഷ് നെവിനെ കുറിച്ച് പറയുന്നൊരു കമന്റ് എന്ന് പറയുന്നത് കിച്ചണിൽ കയറുമ്പോൾ ഒരു ബാധ കയറുന്നത് പോലെയാണ്. ശരിയല്ലേ? ഈ ഒരാഴ്ച നെവിന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ ഒരു ബാധ കയറുമ്പോൾ തന്നെ ആയിരുന്നു. പക്ഷെ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ 2 നേരം ഭക്ഷണം കഴിച്ചിരുന്നത് ഈ ക്യാപ്റ്റന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അക്ബർ, രവിന്, ആര്യന്. പിന്നെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പറയാം, എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങൾ പറയാം. അപ്പം ഇത് കേട്ട് നമുക്കും തല പെരുക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ. പിന്നെ ഷാനവാസിനെ റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് താമസം വന്നത് 8 മിനിറ്റോളം എടുത്തു. ഉടനെ തന്നെ കൊണ്ടുപോകണമല്ലോ. പിന്നെ അവിടെ കിടന്ന് എല്ലാവരും വഴക്കുണ്ടാകുക. നൂറയ്ക്ക് ലാലേട്ടൻ കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. കാരണം ടിക്കറ്റ് ടു ഫിനാലയിൽ നൂറയാണ് ജയിച്ചത്. അപ്പോൾ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ജയിച്ചത്, അത് പ്രത്യേക അഭിനന്ദനങ്ങൾ കൊടുത്തു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതിനകത്തുണ്ട്. ഷാനവാസ് ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊരു ഷോയിൽ അത്തരത്തിലൊരു സിവിയറായിട്ടുള്ള പ്രോബ്ലം ഒരാൾ എങ്ങനെ അത് പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന്, അപ്പം എവിടെയാണ് അതിന് വീഴ്ച എന്ന് നമുക്കറിയത്തില്ല. അപ്പം എല്ലാവരും ഒരു പുള്ളിക്കാരന് ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഷാനവാസ് ഈ ഇത്രയും ദിവസം നിന്ന് തന്നെ പുള്ളിയുടെ ഒരു വലിയ കഴിവ്, ഒരു മനോധൈര്യം കൊണ്ട് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഹാർട്ട് പേഷ്യൻറ്റിനൊക്കെ ഇങ്ങനെയുള്ളൊരു ഗെയിമൊന്നും കളിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഇമോഷണൽ ഡൗൺ ആക്കുകയൊക്കെ ചെയ്യുന്നൊരു ഷോയാണ്. അപ്പോൾ അത് എത്രമാത്രം പുള്ളിക്കാരൻ അതിൽ അങ്ങനെയാണെങ്കിൽ അത് പിടിച്ചു നിന്നത് അതൊരു മനോബലം കൊണ്ട് തന്നെയാണ്. നൂറ വേറെ ലെവൽ, സാബുമോൻ പറയുന്നു. സാബുമോനെ കുറിച്ച് പറഞ്ഞാൽ ഞാനൊരു ഓവർ തിങ്കറാണ്. മോഹൻലാൽ സാർ ചോദിക്കുന്നു ചക്രവ്യൂഹത്തെക്കുറിച്ച്. എല്ലാവരും അവരവരുടെ ഉത്തരങ്ങൾ പറയുന്നു. പക്ഷെ ആർക്കും അറിയത്തില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ചില ഇങ്ങനെ കൈ വെച്ച് കയ്യിലിങ്ങനെ കറങ്ങുന്ന ചക്രമാണെന്നൊക്കെ പറയുന്നു. അവസാനം ലാലേട്ടൻ അത് വിവരിച്ച് കൊടുക്കുന്നുണ്ട്. 100 ഒരു മൊമെന്റോ ബിഗ് ബോസ് കൊടുത്തു. മൈജി കോണ്ടസ്റ്റ് വിജയ് ഒരു ചോദ്യം ചോദിച്ചു, ബിഗ് ബോസിന് ഫേവറിസം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ലാലേട്ടൻ പറയുന്നത് പ്രേക്ഷകരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ കണ്ടസ്റ്റന്റുകൾ അവർ വീട്ടിൽ നിന്ന് അത് കളിച്ച് പ്രൂവ് ചെയ്യണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ പൊതുവേ ഈ ഒരു എപ്പിസോഡ് ഒരു വഴക്ക് എപ്പിസോഡായിരുന്നു. അപ്പം ഇതൊരു ശരിക്കും ഒരു ബോറടിക്കുന്ന പോലെ തോന്നി. കാരണം ഈ വഴക്ക് നമ്മൾ ഒരാഴ്ച കൊണ്ട് ഈ വഴക്ക് കാണുകയല്ലേ. അപ്പം അത് പിന്നെയും ഇങ്ങനെ അവലോകനം ചെയ്യുമ്പോഴത്തേന് അത് പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണ്, പിന്നെയും അത് വിഷ്വലൈസ് കാണുകയാണ്. അപ്പം അതൊരു നമുക്കും ഒരു കാണാനൊരു ഇൻട്രസ്റ്റ്
വരുന്നില്ല. എനിക്ക് പേഴ്സണലായിട്ട് കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ഈ വീക്കെൻഡ് എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോഴത്തേന്. അല്ല, ഇതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നമുക്ക് കാത്തിരിക്കാം, അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. ആരാണ് ജയിക്കുന്നത്? ജയിച്ചാൽ ഒരു കപ്പ് കൊണ്ടുപോകും, നമ്മൾ ഹാപ്പി, ആരും ഹാപ്പി, നിങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.